തേനീച്ചക്കൂടിൻ്റെ വിഭജനം. ചെറുതേനീച്ചക്കൂടിൻ്റെ വിഭജനം നടത്താൻ നമുക്ക് ഏറ്റവും നല്ല സമയം നവംബർ ഡിസംബർ സമയങ്ങളാണ്. അതാണ് തേനീച്ചയുടെ വളർച്ചാക്കാലം. എല്ലാ ഇനം തേനീച്ചകളിലും അത് അങ്ങനെ തന്നെയാണ്. വളർച്ചാക്കാലത്താണ് കൂട് വിഭജിക്കേണ്ടത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിൽ 90% ആൾക്കാരും തേൻ എടുക്കുന്നതിനോടൊപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കൂട് വിഭജിക്കുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല. എപ്പോഴും നല്ലത് നേരത്തെ വളർച്ചാക്കാലത്ത് അതിൻ്റെ വിഭജനം നടത്തുന്നതാണ്. കാരണം ആ സമയത്താണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ മുട്ടയുള്ളതും കൂട് വളരാൻ ഉള്ള പ്രേരണ ആ സമയത്താണ് കൂടുതലുള്ളത്. ഈ സമയത്ത് നമ്മൾ കൂട് വിഭജിക്കണം. കൂട് വിഭജിക്കൽ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് നമ്മൾ പാതിയോളം മുട്ട ഒരു പുതിയ കൂട്ടിലേക്ക് എടുത്ത് അതിൻ്റെ വാതിലിനോട് ചേർത്ത് കൊടുക്കുക. പാതിയോളം പൂമ്പൊടി അടർത്തിയെടുത്ത് പൊട്ടി ഉടയാതെ പുതിയ കൂട്ടിലേക്ക് വെക്കുക. തേൻ എടുക്കുമ്പോൾ വളരെ കുറച്ച് തേൻ മാത്രം, 1 സ്പൂൺ തേൻ കിട്ടാൻ മാത്രമുള്ള 1-2 സ്ക്വയർ ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ചെറിയ കട്ട തേൻ മാത്രം എടുത്ത് നമ്മൾ പൂമ്പൊടിയോട് ചേർത്ത് പിറകിലും വെക്കുക. റാണി ഈച്ച പഴയ കോളനിയിൽ, അതായത് മാതൃ കോളനിയിൽ തന്നെ ഇരുന്നാലും മതി. അങ്ങനെയെങ്കിൽ റാണീച്ചയുള്ള പഴയ മാതൃ കോളനി അവിടെ നിന്ന് എടുത്തു മാറ്റണം. അതിൻ്റെ സ്ഥാനത്ത്, അതേ സ്ഥാനത്ത് അതിൻ്റെ പ്രവേശന കവാടം എവിടെ തിരിഞ്ഞിരുന്നോ അതേ ദിശയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ പുതിയ കൂട് സ്ഥാപിക്കണം. അങ്ങനെ പുതിയ കൂട് സ്ഥാപിക്കുമ്പോൾ പുറത്ത് പറന്നു നടക്കുന്ന തേനീച്ചകൾ മുഴുവൻ ഈ കൂട്ടിലേക്ക് കടന്നുകൊള്ളുകയും ഇതിനകത്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്ന് അതിനെ റാണിയെ വിഭജിക്കുകയും ചെയ്യും. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയിൽ ഒരു റാണി മുട്ടയുണ്ട് എന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഭജനം 100% വിജയിക്കും. ഇല്ലെങ്കിലോ വിജയമുണ്ടാവണമെന്നില്ല. കാരണം എമർജൻസി ക്യൂയിൻ റെയറിംഗ്, കൃത്രിമമായ റാണി ഉണ്ടാകൽ വൻ തേനീച്ചയിലതുപോലെ ചെറുതേനീച്ചയിൽ എളുപ്പമല്ല. അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റാണി ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കൂട് രക്ഷപ്പെടണമെന്നില്ല. അതിനകത്തുനിന്ന് റാണിമുട്ട ഉണ്ടായി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് പലരുടെയും കൂട് നശിച്ചു പോകുന്നത്. അപ്പം ഇപ്രകാരം നമ്മൾ കൂട് വിഭജിക്കുമ്പോൾ റാണിമുട്ട ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും കൂടിൽ റാണിമുട്ട ഉണ്ടാവും. ഒരു കുന്നിക്കുരുവിൻ്റെ അത്ര വലിപ്പമുള്ള ഈ മുട്ടകൾ നമ്മൾ റാണി ഇല്ലാത്ത ഭാഗത്തെ ആ കൂട്ടിൽ വെച്ചു കൊടുക്കാൻ അല്ല ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് കൂട് വിഭജന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തേൻ എടുക്കാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഏറ്റവും അനുയോജ്യമായ സമയം മാർച്ച് അവസാനം അഥവാ ഏപ്രിൽ ആദ്യ ആഴ്ചയാണ്. അത് കവിഞ്ഞു പോവാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യത്തെ ഇപ്പോൾ പെയ്യുന്ന പോലുള്ള മഴ പെയ്യുന്നതിന് മുൻപുള്ള സമയത്ത് തേൻ എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നല്ല ക്വാളിറ്റിയുള്ള തേൻ കിട്ടാൻ നല്ലത്. എല്ലാ വർഷവും തേൻ എടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്, ഒന്നിടവിട്ട വർഷങ്ങളിലൊക്കെ. കാലം കഴിയും തോറും തേനിൻ്റെ നിറം കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈച്ച സെറ്റ് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ വർഷവും കഴിയുമെങ്കിൽ തേൻ എടുക്കുക. ഇത് മാർച്ച് അവസാനം അഥവാ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ ഓരോ സ്ഥലത്തെയും പ്രദേശത്തെ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് അതിനകത്ത് മാറ്റമൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് പൊതുവേ ഉള്ളൊരു കാര്യമാണ്. തേൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഹൈജീനിക്കായി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുലപ്പാലിന് മുമ്പേ നമ്മൾ തൊട്ട് കൊടുക്കുന്ന വസ്തുവാണ് ചെറുതേൻ എന്ന് ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് അത്ര പരിപാവനതയിൽ വേണം നമ്മൾ ചെറുതേൻ കൂട് കൈകാര്യം ചെയ്യാൻ. ഒട്ടും പൊടിയും അഴുക്കുമൊന്നും ചെറുതേനിൽ ചാടാത്ത രീതിയിൽ വേണം അത് നമ്മൾ എടുക്കാൻ. കൂട് ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് തുറന്ന് റാണിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി തേൻ മാത്രമുള്ള ഭാഗത്തു നിന്ന് പരമാവധി തേൻ നമ്മൾ കോരിയെടുക്കുക. അതിനാവശ്യമായ റിസർവ് സംഭരിച്ച് വച്ചിരിക്കാൻ ആവശ്യമായ കുറച്ച് തേൻ അതിനകത്ത് അവശേഷിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ അതിന് മഴക്കാലം ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ കോരിയെടുക്കുന്ന തേൻ ഒരു കാരണവശാലും പിഴിഞ്ഞെടുക്കരുത്. 4-5 കൂടുകളിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കുറേ തേൻ നമുക്ക് കിട്ടും. ഒരു സ്റ്റീൽ പ്ലേറ്റ് നിറയെ തേൻ കിട്ടും. ആ തേൻ മറ്റൊരു സ്റ്റീൽ ചരുവും എടുത്ത് അതിൻ്റെ മേൽ അകലമുള്ളൊരു തോർത്തോ നെറ്റോ വലിച്ചു കെട്ടി അതിൻ്റെ നടുവൊന്ന് കുഴിച്ചിട്ട് അതിലേക്ക് ഈ തേൻ കമഴ്ത്തിയിട്ട് നമ്മൾ വീടിനുള്ളിലെ ചൂടിൽ തന്നെ മാർച്ച് മാസമാണെങ്കിൽ വെച്ചാൽ മതി. 1-2 ദിവസം കൊണ്ട് അതിനകത്ത് ശുദ്ധമായ തേൻ തനിയെ ഊർന്നു വരും. ഒരു കാരണവശാലും പിഴിയരുത്. പിഴിഞ്ഞാൽ അതിനകത്തെ മുട്ടയും ഈച്ചയും പൂമ്പൊടി അറകളും ഒക്കെ പൊട്ടി തേൻ മലിനമാകുന്നതിന് കാരണമാവും. അപ്പോൾ താഴേക്ക് വരുന്ന പാത്രത്തിലെ തേൻ മാത്രമേ വിപണനത്തിന് ഉപയോഗിക്കാവൂ. ഏറെ മേളിലിരിക്കുന്ന ചണ്ടിക്കുള്ളിൽ കുറച്ച് തേൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഞെക്കി പിഴിഞ്ഞ് അരിച്ചെടുത്തോളൂ. ആ തേൻ മാറ്റി വെച്ച് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. അത് ഒരു 1-1.5 മാസത്തേക്ക് കേടാവാതിരിക്കും. ആ തേൻ നമുക്ക് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഉപയോഗിച്ച് തീർക്കണം. അത് കൂടുതൽ പോഷകമൂല്യമുള്ളതാണ്, കാരണം പൂമ്പൊടി കലർന്നിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ അത് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. മറ്റത് നല്ല ശുദ്ധമായ തേനാക്കി അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെയിലത്ത് വെച്ചോ വാട്ടർ ബാത്തിൽ വെച്ചോ
വെള്ളം വറ്റിച്ച് അത് കുപ്പിയിലാക്കി നന്നായി നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് മികച്ച വിലയും കിട്ടും. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി തേനീച്ച വളർത്തലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഒട്ടേറെ കാര്യങ്ങൾ ഇനിയുണ്ട്. ഇതിനോട് വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളവരുണ്ടാവും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നത്. ഓരോരുത്തരും ഓരോ രീതിയാണ്. ഞാൻ പോലും പലപ്പോഴും പലതരം കൂടുകളും ഓരോ തേനീച്ചയും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കും. അതിനനുസരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടിയൊക്കെ വന്നേക്കാം. എന്നാലും പൊതുവായി ചെറുതേനീച്ച വളർത്തയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കേട്ടിരുന്നതിന് നന്ദിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ മാറിയ അഭിപ്രായം? ചെറുതേനീച്ച കൂട്ടിൽ കൃത്രിമമായ റാണി ഉണ്ടാവൽ വൻതേനീച്ചയിലേതുപോലെ എളുപ്പമല്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചെറുതേനീച്ച കൂടുകൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അത് അത്ര എളുപ്പമല്ല. ആർട്ടിഫിഷ്യൽ ക്വീൻ റെയറിങ്, കൃത്രിമമായ റാണിയുടെ ഉൽപാദനം വൻതേനീച്ചയിൽ നടക്കുന്നത് പോലെ ചെറുതേനീച്ചയിൽ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഗൈനിയുള്ള ഒരവസ്ഥയിൽ അല്ലെങ്കിൽ റാണി വിരിയാനുള്ള മുട്ടയുള്ള ഒരവസ്ഥയിൽ വേണം കൂടുകൾ വിഭജിക്കാൻ. അങ്ങനെ വിഭജിക്കാതെ, അതായത് റാണിമുട്ട കാണാതെ, ഗൈനി ഇല്ലാതെ, ഗൈനിയെയും കാണാതെ വിഭജനം നടത്തിയാൽ അത് വിജയിക്കുമോ എന്നാണ് ചോദ്യം. ചിലപ്പോൾ വിജയിച്ചെന്ന് വരാം. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ വിജയിക്കുന്നത് മിക്കവാറും നമ്മൾ അതിനകത്ത് കണ്ടില്ല എന്നേ ഉള്ളൂ. കാണാതെ എവിടെയോ ഒരു ഗൈനി ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കാണാത്തിടത്ത് ഒരു റാണിമുട്ട ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും വിജയ ശതമാനം 100% ആയിരിക്കണമെങ്കിൽ പുതുതായി ഗൈനി ഉണ്ടായി അല്ലെങ്കിൽ അതിനകത്ത് റാണിമുട്ട ഉണ്ടായി എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത് എന്നോട് ചോദിച്ച ചോദ്യം, കൃത്രിമ ആഹാരം കൊടുക്കുന്ന രീതി ചെറുതേനീച്ചയിലുണ്ടോ, കൊടുക്കേണ്ടതുണ്ടോ? അത് നിങ്ങളുടെ പ്രദേശത്തെയും നിങ്ങൾ ഏത് ആറ്റിറ്റ്യൂഡിലാണ് ഇതിനെ വളർത്തുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങളൊരു ബ്രീഡറാണ് എങ്കിൽ, അതായത് കോളനി മൾട്ടിപ്ലൈ ചെയ്ത് കൂടുകൾ വിൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ കൂടുകൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കൃത്രിമമായി ആഹാരം കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ നിങ്ങൾ തേനെടുത്ത് വിപണനം നടത്താൻ ഉദ്ദേശിച്ചുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കേണ്ടതാണ്. കൃത്രിമ ആഹാരം കൊടുക്കുന്നത് ശരിയല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന തേൻ ശുദ്ധമായ തേൻ ആയിരിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും കൃത്രിമ ആഹാരം കൊടുക്കുന്ന രീതി ശരിയല്ല. അതല്ല, നിങ്ങൾ തേനൊന്നും എടുക്കണമല്ല, കൂടുണ്ടാക്കലാണ് നിങ്ങൾക്ക് ലക്ഷ്യമെങ്കിൽ കൃത്രിമ ആഹാരം കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കൂടിനുള്ളിൽ ഫീഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതല്ലാതെ കൂടിന് പുറത്ത് നമ്മൾ തീറ്റ പാത്രം വെച്ചിട്ടോ തേൻ കൊടുക്കുന്ന, ഡൈല്യൂട്ട് ചെയ്ത നേർപ്പിച്ച തേൻ കൊടുക്കുന്ന രീതിയൊക്കെ ചിലയിടങ്ങളിൽ അനുവർത്തിക്കുന്നുണ്ട്. അത് തെറ്റൊന്നുമില്ല. അങ്ങനെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈച്ച പെട്ടെന്ന് വളരാനും കരുത്താർജിക്കാനോ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അത്തരം കൂട്ടിൽ നിന്ന് തേനെടുത്ത് നമ്മൾ വിപണനം നടത്താൻ ശ്രമിക്കരുത്. അത് ചെറുതേൻ ചൂടാക്കാതിരിക്കുന്നതാണ് നല്ലത്. വെയിലത്താണേലും വാട്ടർ ബാത്തിലാണെങ്കിലും ചെറുതേൻ ചൂടാക്കാതിരിക്കാമെങ്കിൽ അതാണ് നല്ലത്. ചെറുതേനിൻ്റെ ഔഷധ ഗുണം ചൂടാവുന്നത് മൂലം കുറയുന്നതായി, തീരെ ഇല്ലാതാവുന്നു എന്നല്ല അർത്ഥം, കുറയുന്നതായി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ഫ്രഷായി തന്നെ ചെറുതേൻ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ നമുക്കെപ്പോഴും അങ്ങനെ കഴിയണമെന്നില്ല. കാരണം ചിലപ്പോൾ നമുക്ക് ഏറെക്കാലം ചെറുതേൻ സൂക്ഷിച്ചു വെക്കേണ്ടി വരാം. നമ്മുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ വിപണനം നടത്തുന്നതിന് വേണ്ടിയോ നമുക്ക് കാത്തിരിക്കേണ്ടി വരാം. അങ്ങനെ ഏറെക്കാലം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോ വാട്ടർ ബാത്തിൽ വെച്ചോ തേൻ ചൂടാക്കി വെക്കുന്നതാണ് അഭികാമ്യം. അല്ലെങ്കിൽ തേൻ പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചെറുതേനെ സംബന്ധിച്ച് വൻതേനിനേക്കാൾ അതിനകത്ത് ജലാംശം കൂടുതലുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. പുളിച്ചു പോകാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ തേൻ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ പുളിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാളും നല്ലത് അല്പം ഔഷധ ഗുണം കുറഞ്ഞാലും വെള്ളം വറ്റിച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെക്കുറിച്ച് എതിരഭിപ്രായം ഉള്ളവരും ഉണ്ടാവും. അതൊരു പലപ്പോഴും ഒരു അല്പം തർക്കമുള്ള കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എത്രയേ ഉള്ളൂ, നമുക്ക് ഉടനെ ഉപയോഗിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ചെറുതേൻ ഒന്നും ചെയ്യാതെ എടുത്ത പടി ഉപയോഗിക്കാമെങ്കിൽ അതാണ് അതിനകത്ത് ഏറ്റവും അതിൻ്റെ പൂർണ്ണമായ ഗുണം കിട്ടുന്നതിന് നല്ലത്. അതല്ല, നമുക്കത് ഏറെക്കാലം സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യമെങ്കിൽ അല്പം ഔഷധം കുറഞ്ഞാലും ഗുണം കുറഞ്ഞാലും വേണ്ടില്ല. അത് നമ്മൾ കേടാവാതിരിക്കണമെങ്കിൽ പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. തേൻ പ്രോസസ്സ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ശരിക്കുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ വിലയേറിയ ഒരു പ്രോസസ്സിങ് യൂണിറ്റിൽ നേരത്തെ ആദ്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ വാക്യൂം ഫിൽറ്ററിങ്ങും അതല്ലെങ്കിൽ ഡീഹൈഡ്രേഷനും ഒക്കെ നടത്തുന്ന രീതിയാണുള്ളത്. അതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ എളുപ്പമല്ല. നമുക്ക് ചെറുകിടക്കാർക്ക് ഒരു 10, 20, 10, 30, 40 കിലോ തേനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് വെറുതെ നമുക്ക് വെയിലത്ത് വെച്ച് അത്യാവശ്യം വേണ്ട വെള്ളം വറ്റിച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ളത്. അതല്ലെങ്കിൽ
കുറച്ചുകൂടെ കൂടുതൽ തേനുണ്ട്. മഴക്കാലമാണ്, വെയിലത്തൊക്കെ വെക്കാൻ പാടുള്ള ഒരാളാണെങ്കിൽ വാട്ടർ ബാത്തിൽ വെച്ച് നമുക്കത് ചൂടാക്കാം. വാട്ടർ ബാത്തിൽ നമ്മൾ തേൻ ചൂടാക്കുമ്പോൾ ഒരു ചെരുവ് പാത്രത്തിനകത്ത് നമ്മൾ തേനെടുത്ത് അതിനേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ള മറ്റൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ഒരു അരപാത്രം അല്ലെങ്കിൽ കാൽപാത്രം വെള്ളം എടുത്ത് അതിനടിയിൽ പാത്രങ്ങൾ തമ്മിൽ മുട്ടാത്ത രീതിയിൽ അടിയിൽ ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ മാർബിൾ കഷ്ണമോ തടി കഷ്ണമോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് തേൻ പാത്രം ഇറക്കി വെക്കുക. അങ്ങനെ തേൻ പാത്രം ഇറക്കി വെക്കുമ്പോൾ ഉള്ളിലെ പാത്രത്തിലെ തേനിൻ്റെ ലെവലിനേക്കാൾ പുറത്തെ പാത്രത്തെ വെള്ളത്തിൻ്റെ ലെവൽ ഉയർന്നു നിൽക്കണം. ഈ പാത്രം നമ്മൾ ഒരു സ്റ്റൗവിൽ വെച്ച് വളരെ നേരിയ തോതിൽ തേൻ ചൂടാക്കുക. അങ്ങനെ ചൂടാക്കുമ്പോൾ പുറത്തെ പാത്രത്തിലെ വെള്ളത്തിൻ്റെ പെട്ടിയുടെ സൈസിനെ കുറിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ ഏതിനം കൂടുകളാണ് നല്ലതെന്നും ചോദിച്ചു. അങ്ങനെ ഇന്ന കൂടുകൾ നല്ലതെന്ന് നമുക്ക് പറയാനില്ല. ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തങ്ങളായ കൂടുകൾ വളരെ വിജയകരമായി പലരും പ്രാവർത്തികമാക്കി വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ മൺകലങ്ങളിൽ നല്ല ഭംഗിയായി തേനീച്ച വളർത്തുന്നവരുണ്ട്. തടിപ്പെട്ടിയിലും മുളം തണ്ടിലും ചിരട്ടയിൽ വരെ ലാർജ് സ്കെയിലിൽ തേനീച്ച വളർത്തുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിരിക്കണമെന്ന് മാത്രം. ഉദാഹരണത്തിന് ചൂട് കൂടിയ പ്രദേശങ്ങളിൽ PVCയുടെ പൈപ്പ്, മൺകലം, അതുപോലെ തന്നെ ചിരട്ടക്കൂട് ഇതൊന്നും ഒട്ടും അനുയോജ്യമല്ല. എല്ലായിടത്തും പൊതുവെ ഉപയോഗിക്കാവുന്നതായി കണ്ടിട്ടുള്ളത് ഒന്നുകിൽ മുളം തണ്ട് അഥവാ തടിപ്പെട്ടികളാണ്. ഇത് രണ്ടും നമുക്ക് എല്ലാ പ്രദേശത്തും ഒരുവിധം ഉപയോഗിക്കാൻ പറ്റും. കാരണം അതിന് കുറച്ചുകൂടെ നല്ല ഇൻസുലേഷൻ ഉണ്ട്, ഉള്ളിലേക്ക് ഏറെ ചൂട് തട്ടാതിരിക്കും. ഇനി കൂടിൻ്റെ സൈസ്, ആകൃതി, ഏത് ആകൃതിയും നമുക്ക് ചെറുതേനീച്ചയുടെ കൂടിന് വേണ്ടി ഉപയോഗിക്കാം. വട്ടത്തിലുള്ളതോ നീളത്തിലുള്ളതോ സമചതുരത്തിലുള്ളതോ പല അടുക്കുകളായിട്ടോ ഏത് കൂട് ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. കൂടിൻ്റെ ഉള്ളളവ് ക്രമീകരിക്കുന്നത് നല്ലതാണ്. തീരെ ചെറുതാവുന്നതും നല്ലതല്ല, വളരെ വലുതാവുന്നതും നല്ലതല്ല. അപ്പോൾ അത് എത്രമാത്രം എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരളവില്ല. എങ്കിലും ആവറേജ് നമുക്ക് പറയാവുന്നത് 2 ലിറ്ററിൽ കുറയണ്ട, 3 ലിറ്ററിൽ കൂടുകയും വേണ്ട ഉള്ളളവ്. ഇതാണ് പൊതുവേ നമുക്ക് പറയാവുന്നത്. ഇപ്പം തീരെ വീക്കാണ് കോളണിയെങ്കിൽ അത് 2 ലിറ്ററിൽ ഇത്തിരി കുറഞ്ഞെന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല. തീരെ ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ അത് 3 ലിറ്റർ മതിയാകാതെയും വന്നേക്കും. അതിപ്പോൾ നമുക്ക് 100 കൂടുള്ള ഒരാൾക്ക് ചിലപ്പോൾ 1-2 കൂടുകൾ വളരെ കരുത്തുള്ളതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 3 ലിറ്ററിൽ ഒതുങ്ങാതെയും വന്നേക്കാം. എന്നാലും പൊതുവെ നമ്മൾ പറയുമ്പോൾ 2 ലിറ്ററിനും 3 ലിറ്ററിനും ഇടയിൽ ഉള്ളളവുള്ള കൂടുകളാണ് ഉപയോഗിക്കേണ്ടത്. ഓരോ ആവശ്യത്തിനും നമ്മൾ വ്യത്യസ്തങ്ങളായ കൂടുകൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് തേനെടുക്കുകൾ മാത്രമാണ് നമ്മൾ ലക്ഷ്യമെങ്കിൽ ഒറ്റ അറയുള്ള കൂടുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലര് സൂപ്പർ ചേമ്പർ പോലെ ഒന്നിനും മേള ഒന്നായിട്ട് ചിറ വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് തേൻ കയറി കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ എല്ലായിടത്തും അത് അനുയോജ്യമാകണം എന്നില്ല. കൂടുകളിൽ നമ്മൾ അഗ്രസീവ് സ്വാമിങ് എന്നാണ് പറയാൻ, അതായത് ആക്രമണ പറക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു ബലഹീനമായതോ അല്ലാത്തതോ ആയ ഒരു കൂട്ടിലേക്ക് പുതിയൊരു സ്ഥലത്തു നിന്ന് ഒരു പറ്റം ഈച്ചകൾ വന്ന് അധിനിവേശത്തിന് ശ്രമിക്കുന്നതാണത്. അത് അതിൻ്റെ ലക്ഷണം നമുക്ക് കാണുമ്പോൾ അറിയാം. അത്തരം കൂടിൻ്റെ വാതിൽക്കൽ 2 ഈച്ചകൾ തമ്മിൽ ക്ലച്ച് ചെയ്ത് കടിച്ചു പിടിച്ച് താഴേക്ക് വീണ് ചത്തുപോകുന്നത് കാണാം. വൈകുന്നേരം ആകുമ്പോഴേക്കും ആയിരക്കണക്കിന് ഈച്ചകൾ ചിലപ്പോൾ ചത്ത് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതിലേക്ക് ഒരു പുതിയ സെറ്റ് ഈച്ച വന്ന് കയറി കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ കയറിയില്ല എന്നും വരാം. എന്തായാലും ഈ കൂടിനെ നശിപ്പിച്ച് കളയും, റാണിയെ അടക്കം അത് കൊന്നു കളഞ്ഞെന്നും വരും. ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു ആക്രമണം കണ്ടാൽ അത് കാണുമ്പോൾ തന്നെ ഏത് കൂടിൻ്റെ വാതിൽക്കലാണോ ഈച്ചകൾ കടിച്ചു വീഴുന്നത് ആ കൂടിൻ്റെ വാതിൽ ഒരല്പം കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി അല്ലെങ്കിൽ ഒരല്പം തുണിയോ പേപ്പറോ ചുരുട്ടി അടച്ചു വെക്കുക. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അടപ്പ് നമ്മളങ്ങ് തുറന്നു കൊടുക്കുക. അപ്പോൾ ആ കൂട്ടിലെ ഈച്ച പുറത്തുണ്ടെങ്കിൽ അത് തിരികെ കയറിക്കൊള്ളും. വേറെ ഏതെങ്കിലും കൂട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഈച്ചകൾ ഒരു 4 മണിയൊക്കെ ആയിട്ട് നോക്കിയിട്ട് ഇതിനകത്ത് കടക്കാൻ കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ തിരിച്ചവയുടെ കൂട്ടിലേക്ക് പോകും. ഈ കൂട്ടിലെ ഈച്ചകൾ അതിനകത്ത് കടന്ന് കയറി കഴിയുമ്പോൾ വീണ്ടും ആ കൂടടച്ചിട്ട് രാത്രിയിൽ ഈ കൂട് കുറെ അകലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. ആ കൂട് പിറ്റേ ദിവസം ഒരു 10-11 മണിയാവുമ്പോൾ തുറന്നു വിട്ടാൽ മതി. അപ്പോൾ ആ കൂട് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യും. ഈ മാറ്റിയ കൂടിൻ്റെ സ്ഥാനത്ത് കാലിയായ ഒരു കൂട് വെച്ചു കൊടുക്കുന്നത് അഭികാമ്യമാണ്. ചിലപ്പോൾ ഈച്ച വന്ന് കയറി കിട്ടിയെന്ന് വരാം, പക്ഷെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും കിട്ടാതിരിക്കാനാണ് സാധ്യത. എങ്കിലും നമുക്ക് മറ്റേ കൂട് നഷ്ടപ്പെടാതെ കിട്ടും എന്നുള്ളൊരു മെച്ചം ഇതിന് കാണാം.